Good morning, students. അടുത്ത question ഇതാണ്. Integral of dx by x square minus x. അതിന്റെ 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ വാല്യൂ കണ്ടെത്തുക? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റഗ്രേഷന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. അതിന് എന്ത് ചെയ്യണം? 1 by x square minus x എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 by x into x minus 1. അപ്പോൾ a by x plus b by x minus 1. ഇനി a b കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ട് ഗുണിച്ച് ചെയ്യുമ്പോൾ 1 is equal to a into x minus 1 plus b into x. ഇനി എക്സും എ ബി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? എക്സ് ഇസ് ഇക്വൽ ടു 0 കൊടുക്കുമ്പോൾ 1 is equal to a into minus 1. Therefore എയുടെ വാല്യൂ നമുക്ക് കിട്ടി മൈനസ്. ഇനി എക്സ് ഇസ് ഇക്വൽ ടു 1 കൊടുക്കുമ്പോൾ 1 is equal to 0 plus b into 1. Therefore ബിയുടെ വാല്യൂ കിട്ടും b is equal to plus 1. എയുടെ ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് dx by x square minus x നെ x into x minus 1 എന്നാണ് കൊടുക്കുന്നത്. That is equal to integral of a ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? minus 1 by x minus. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ minus 1 by x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? minus log mod x. 1 by x minus 1 നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ log mod x minus. Then plus നമുക്ക് log a minus log b എന്നാണ് എന്ത് എഴുതാം? log mod x minus 1 by x mod x. ഈ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ഓപ്ഷൻ ഡി is the correct answer. ഓപ്ഷൻ ഡി is the correct answer. ഇവിടെ നമ്മൾ ചെയ്ത മെത്തേഡ് ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. The value of pi by 6 to pi by 2 cot x by sin x dx is equal to options are minus 1 by 2, 1 by 2, minus 3 by 2, 3 by 2. ഇങ്ങനെ 5 ഓപ്ഷൻസ് ആണ് കൊടുത്തത്. ഇത് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കണം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇന്റഗ്രൽ ഓഫ് പൈ ബൈ 6 ടു പൈ ബൈ 2 ഈ cot x നെ എന്ത് എഴുതാം? cos x by sin x into sin x. അപ്പോൾ ഇന്റഗ്രൽ പൈ ബൈ 6 ടു പൈ ബൈ 2 cos x by sin square x. ഈ sin x ന് നമ്മൾ എന്ത് കൊടുക്കാം? sin x ന് t കൊടുക്കാം. അപ്പോൾ cos x dx is equal to dt. Therefore integral cos x dx is dt divided by sin square x നെ sin x ന് t കൊടുക്കുമ്പോൾ sin square x എന്താണ്? t square ആണ്. ഇനി ലിമിറ്റ് മാറും. ലിമിറ്റ് പുതിയ ലിമിറ്റ് എന്താണ്? x is equal to pi by 6 വരുമ്പോൾ t is equal to sin pi by 6 that is equal to sin 30 degree that is equal to 1 by 2. ഇനി x is equal to pi by 2 വരുമ്പോൾ t യുടെ വാല്യൂ എത്രയാണ്? sin pi by 2 ആണ്. sin pi by 2 ന്റെ വാല്യൂ എത്രയാണ്? 1. അപ്പോൾ നമുക്ക് പുതിയ ലിമിറ്റ് എത്രയാണ്? x is equal to pi by 6 വരുമ്പോൾ 1 by 2 വരും. x is equal to pi by 2 വരുമ്പോൾ 1 by 2. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 by t സ്ക്വയർ നമ്മൾ t raised to minus 2 ആണ്. അപ്പോൾ t raised to minus 1 by minus 2. Then 1 by 2 2. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? minus 1 by t 1 by 2 1 by 2 2 1. ഇനി നമ്മൾ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ മൈനസ് ആദ്യം ടിക്ക് 1 കൊടുക്കുമ്പോൾ 1 കിട്ടും. പിന്നെ ടിക്ക് നമ്മൾ 1 മൈനസ് ബൈ 1 by 2. Therefore minus 1 minus 2 എന്ന് വരും. Therefore minus 1 minus 1 minus 1 therefore plus. Therefore ഇതിന്റെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഇ is the correct answer. ഓപ്ഷൻ ഇ is the correct answer. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? cot x ന് പകരം cos x by sin x കൊടുത്തു. cot x ന് പകരം sin x കൊടുത്തിട്ട് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്തു കേട്ടോ. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. The value of integral minus 1 to 2 x minus 2 into mod x
dx is equal to option A minus 1 by 2, B minus 3 by 2, C minus 5 by 2, D minus 7 by 2, E minus 9 by 2. അടുത്ത ക്വസ്റ്റ്യൻ വാല്യൂ minus 1 to 2 x minus 2 into mod x dx. ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. -1 to 0 x minus -1 to 0 ഈ mod x ന്റെ വാല്യൂ നമ്മൾ എന്തെടുക്കണം 2 into -6 dx plus then 0 to 1 ലെ x minus 2 into mod x ന്റെ വാല്യൂ എന്തെടുക്കണം plus x എടുക്കുക 2x രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടതാണ്. -1 to 2 ലെ -1 to 0 0 to 1 by the property of definite negative. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും -1 to 0 x plus 2x x 3x then plus x minus 2x 0 to 1 minus x dx. ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 into x square by 2 minus 1 to 0 plus ഇവിടെ നമുക്ക് -4 എടുത്ത് കഴിയുമ്പോൾ x square by 2 0 to then ഇവിടെ നമുക്ക് ഫസ്റ്റിൽ നിന്ന് 3 by 2 നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പൊ x ന് 0 കൊടുത്തു കഴിയുമ്പോൾ 0 വരും. x ന് നമ്മൾ 1 കൊടുത്തു കഴിയുമ്പോൾ -1 മൈനസ് ഇനി x ന് നമ്മൾ ഇവിടെ 0 to 2 ആണ് കേട്ടോ 0 -1 to 0 0 to 2 ആണ്. 2 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 4 by 2 that is equal to 2 ഉണ്ട്. ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0 ആയി. അപ്പൊ നമുക്ക് 3 by 2 minus 3 by 2 minus 2 എന്ന് വരും. -3 minus 4 by 2 എന്ന് പറഞ്ഞാൽ -7 by 2. -7 by 2 ഓപ്ഷൻ ഉള്ളതൊക്കെ ഓപ്ഷൻ ഡി is the correct answer. ഓപ്ഷൻ ഡി is the correct answer. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ x minus 2 into mod x ഈ mod x എന്നുള്ളത് കൊണ്ടാണ് രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഈ -1 to 2 ന് നമ്മൾ -1 to 0യും 0 to 1 0 to -1 to 0യും 0 to 2 -1 to 0യും 0 to 2 ആയിട്ട് രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് തരുമ്പോൾ -1 to 0 ഈ x ന്റെ mod x taken as -x. അതിൽ 0 to 2 mod x taken as x itself. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിൽ 3x dx വരും. രണ്ടാമത്തെ കേസിൽ -x dx വരും. നമുക്ക് ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എത്രയാണ് -7/2. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ച കൺസെപ്റ്റ് ഏതാണ് -1 to 2 x minus 2 into mod x dx ആയതുകൊണ്ട് ഇവിടെ mod x ആയതുകൊണ്ട് ഈ -1 to 2 നെ -1 to 0 0 to 2 ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് -1 to 0 mod x ന് നമ്മൾ എന്ത് കൊടുത്തു -x നും 0 to 2 mod x ന് എന്ത് കൊടുത്തു x. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട നോട്ട് ചെയ്തത്.